ആശാവർക്കർമാരുടെ വിഷയം വീണ്ടും ഉന്നയിക്കുമെന്ന് MP ഫ്രാൻസിസ് ജോർജ്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് MA ബിന്ദു നയിക്കുന്ന ആശാ സമരയാത്രയ്ക്ക് പിറവത്ത് നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു നയിക്കുന്ന സമരയാത്രയ്ക്കാണ് പിറവത്ത് സ്വീകരണം നൽകിയത്. സജീവമായി ചർച്ച ചെയ്തിരിക്കുന്ന വിഷയമാണ്. ഇതിന്റെ സമീപകാല തൊഴിലാളി സമരങ്ങളിൽ ഇത്രയേറെ പ്രതിഫലങ്ങൾ സാധാരണ ജനങ്ങൾ ചർച്ച ചെയ്ത മറ്റൊരു സമരം ഉണ്ടായില്ല. കാരണം അത് ഈ നമ്മൾ ഉയർത്തിയ സമരം അത്രത്തോളം ന്യായമാണ്, നീതിയുക്തമാണ്. നമ്മൾ ഉയർത്തിയ ഡിമാൻഡ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നടത്തുന്ന സമര രീതിയിൽ ജനങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിൽ 28 ദിവസമായിട്ടും ഈ അതിശക്തമായ മഴയെയും പൊതുജനങ്ങളെയും ഒക്കെ അതിജീവിക്കുന്നത് ഞങ്ങൾ വളരെ സമാധാനപരമായി ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നതിനെ അടിയുറച്ചു എടുക്കുന്നതിനുള്ള തീരുമാനത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. MP ഫ്രാൻസിസ് ജോർജ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ സംസ്ഥാനത്ത് ആരോഗ്യപരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ആശാ സഹോദരിമാർ അവരുടെ വളരെ ന്യായമായി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാത്രി സമരം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ചത് 108ാമത്തെ ദിവസമാണ് എന്നറിയാൻ മനസ്സിലാക്കും. ഈ കഴിഞ്ഞ നാളുകളിൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ആണെന്നാണ് പറയുന്നത്. ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സമീപനം, ഒരു സമരമുണ്ടായി. ഈ നാട്ടിൽ ജനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ ജനങ്ങൾ പ്രതിനിധീകരിക്കുന്ന വിവിധ വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു സമരം അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആരംഭിച്ചാണ്. രാജു പാണാലിക്കൽ അധ്യക്ഷനായി. ഏതാണ്ട് 108 ദിവസമായി ആശാമാർ ഇന്ന് ഈ കൂടിച്ചൊരിയുന്ന മഴയെ അവഗണിച്ചുകൊണ്ട് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് സമര ജാഥ നടത്തുകയാണ്. ഭരിക്കുന്ന ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ് സ്ത്രീകളോട് അല്ലെങ്കിൽ വനിതകൾ നടത്തുന്ന ഈ സമരത്തെ പുച്ഛിച്ച് തള്ളുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ആശാവർക്കർമാരുടെ വിഷയം വീണ്ടും ഉന്നയിക്കുമെന്ന് MP പറഞ്ഞു. മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് തോമസ് മല്ലിപ്പുറം, രാമമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് PV സ്റ്റീഫൻ, MP ബാബുരാജ്, വിനു കുര്യാക്കോസ്, CK നാഥൻ, ജേക്കബ് തുമ്പയിൽ, KR പ്രദീപ് കുമാർ, CK ശിവദാസൻ, സിജി സുകുമാരൻ, KN രാജി, KK ഭരതൻ എന്നിവർ സംസാരിച്ചു. എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ന് നമുക്കറിയാം, അന്നത്തെ കാലഘട്ടത്തിൽ കേവലം 7000 രൂപ മാസം പ്രതിഫലം കിട്ടിയാൽ അതുകൊണ്ട് ഒരു കുടുംബം പോറ്റുവാനോ അല്ലെങ്കിൽ പട്ടിണി പോലും കിടന്നൊരു കുടുംബം പോറ്റുവാൻ സാധിക്കുകയില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവര് ആ വേതന വർദ്ധനവിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ ഇന്ന് ഭരിക്കുന്ന, കേരളം ഭരിക്കുന്ന പട്ടിണി പാവങ്ങളുടെ സർക്കാരാണെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയന്റെ സർക്കാർ, സാക്ഷാൽ പിണറായി വിജയൻ തന്നെ പറയുന്നു ഇത് ഒരു അനാവശ്യ സമരമാണ്. എവിടെയാണ് ഇതിൽ അനാവശ്യം? 7000 രൂപ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഒരു അനാവശ്യ സമരമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ഈ സമരക്കാരുമായി ചർച്ചയില്ല. ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക, പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി 10 മുതലാണ് അസോസിയേഷൻ സമരം ആരംഭിച്ചത്. ജൂൺ 17-ന് തിരുവനന്തപുരത്ത് സമരയാത്ര സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ഐവിഷൻ, പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ,
പുതുക്കാട്.